ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു പ്രത്യേക കളർ വേണമെന്നൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഏത് കളറാണോ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോൾ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പെന്ന് നമ്മളൊരു 2 സെൻറ്റിമീറ്ററൊക്കെ ഒരു ആ വീതിയിലൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ നല്ലൊരു റിബൺ പോലെ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ ഇങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് സ്കെയിലിൻ്റെ ഒരു മെഷർ ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഈസി ആയിട്ട് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ കുറേ കളേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് റിബൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ കുറച്ചൊരു കട്ടിയുള്ള ഒരു ടവലോട്ട് ഇറക്കിയോ അങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ മുക്കിയിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അത് ഡ്രൈ ആക്കി എടുക്കരുത്, കുറച്ചൊരു നനവുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളതിന് ടേബിളിൽ എവിടെയെങ്കിലും ഒന്നിങ്ങനെ വിരിച്ച് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ റിബൺ പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു നനവ് വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നനവ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ഇതുപോലൊന്നിങ്ങനെ റോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം റോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കും. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒരു ടിപ്പിൽ നിന്ന് ഒരു ടിപ്പ് വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഇങ്ങനെ റോൾ ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഓരോ ഭാഗത്തും ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടൊന്നിങ്ങനെ നൈസായിട്ടുള്ള ഒരു ത്രെഡ് പോലെ ആക്കി എടുക്കുകയാണ്. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ശക്തി കൊടുക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചില സമയത്തൊക്കെ കുറച്ച് ഇങ്ങനെ കീറിപ്പോകും ചെയ്യട്ടെ, കാരണം പേപ്പർ ആണല്ലോ. അപ്പോൾ നനഞ്ഞ സമയത്ത് കുറച്ചൊന്നും ഇങ്ങനെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ത്രെഡ് പോലെ ആക്കി എടുക്കുകയാണ്. അതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പേപ്പർ സ്ട്രിപ്സും ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെറ്റാക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്നിങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം റോൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തിന്നായിട്ട് കിട്ടുമൊന്നുമില്ല, ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചുളിവുകളൊക്കെ വന്നിട്ട് ആ ഒരു രീതിയിലാണ് കിട്ടുക. പിന്നെ ഏകദേശം ഒരു എല്ലായിട്ടും ഫുള്ള് ഭാഗം ഒന്നിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് റോൾ ചെയ്യുന്നു അതിനനുസരിച്ച് നല്ല ചുളിവുകളൊന്നും ഇല്ലാത്ത നല്ലൊരു തിന്നായിട്ടുള്ള ഒരു ത്രെഡ് പോലെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഒന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ടർക്കി ഇങ്ങനെ കുറേ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ വെള്ളത്തിലോട്ട് ആക്കിയിട്ടൊന്നിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ല, കീറി പോകും പേപ്പർ. ആ ഒരു നനവുള്ളതുകൊണ്ട് ഇങ്ങനെ പേപ്പർ അവിടെ സ്റ്റിക്കായിട്ടാണല്ലോ ആവുന്നത്. പിന്നെ ഒരുപാട് നനവായി കഴിഞ്ഞാലും ഈ പേപ്പർ ഇങ്ങനെ കുതിർന്നിട്ട് പെട്ടെന്ന് അങ്ങ് കീറിപ്പോകും. അപ്പോൾ അത് രണ്ടൊന്നും ശ്രദ്ധിക്കാം കേട്ടോ. നല്ല ഈസിയാണ്. നമുക്ക് ആദ്യം ഇങ്ങനെ 1-2 പേപ്പേഴ്സ് ചെയ്യുമ്പോൾ അത്രക്കൊരു സ്മൂത്തായിട്ട് കിട്ടില്ല, കുറേ കീറിയൊക്കെ പോകും, കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊക്കെ പോകും. പിന്നെ നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ലെങ്ത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ത്രെഡൊക്കെ ആക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. കാരണം ഇപ്പോൾ ഇത് നനഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ തൊട്ടാൽ കീറി പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുള്ള കുറച്ച് പേപ്പേഴ്സാണിത്. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ജൂട്ട് ത്രെഡൊക്കെ പോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റും. നല്ലൊരു കട്ടിയുള്ള തന്നെ ആയിട്ടുണ്ട്, കീറി പോകുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ത്രെഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ത്രെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഡ്രൈ ആക്കാൻ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിയുന്നതും വേറെ വേറെ വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പരസ്പരം കളേഴ്സൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ചീത്തയായി പോകുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ത്രെഡൊക്കെ ഇങ്ങനെ ഒന്ന് ബോട്ടിലിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനപ്പോൾ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളേഴ്സാണോ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഭാഗത്തൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ഇവിടെ ഒരു ബ്ലൂ കളറാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ത്രെഡും അതുപോലെ ഒരു കുഞ്ഞു ത്രെഡൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബോട്ടിൽ കാണാത്ത രീതിയിൽ ഗ്യാപ്പില്ലാതെ ഒട്ടിക്കാൻ നോക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ചെറുതും ഓരോന്നിങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പും ഇങ്ങനെ കാണാത്ത രീതിയിലൊന്ന് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ.
അങ്ങനെ നമ്മളിവിടെ ബ്ലൂ കളർ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തൊട്ടടുത്തൊരു ഒരു സെയിം ടൈപ്പ് കളേഴ്സ് അല്ലാതെ അങ്ങനെ കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെ 2 കളേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ ബോട്ടിലാട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റെമ്മിന് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റോൾ ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ തോന്നിയതാണ് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ ശരിയാവുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെയ്ത് നോക്കി. ആദ്യം 1-2 പ്രാവശ്യം ഇങ്ങനെ കീറിയൊക്കെ പോയി. പിന്നെ കുറേ പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ഒരു ഇതായിട്ട് തന്നെ ത്രെഡ് പോലെ തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിലിൽ മുഴുവനായിട്ടും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ത്രെഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്, നല്ലൊരു കളർഫുൾ, നല്ലൊരു നൈസ് കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ അതിൻ്റെ ആ ഒരു സൈസസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് യൂണിഫോം ആയിട്ട് വന്നില്ല. ചില ഭാഗത്ത് വീതി കൂടുതലും കുറവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തതുകൊണ്ടാണ്. നമ്മളപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള കുറേ ത്രെഡ് ഇവിടെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ ബോട്ടിൽ ഇങ്ങനെ കുറച്ചും കൂടി ഒരു ഡെക്കറേഷൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ടിപ്പിൽ ഇങ്ങനെ കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കുറച്ചൊരു നീളമുള്ള ഒരു ഭാഗം ഇങ്ങനെ മേലോട്ട് ജസ്റ്റ് അങ്ങനെ ഒരു സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഒട്ടിച്ച് കഴിഞ്ഞപ്പം വലിയൊരു കുഴപ്പമില്ലാന്ന് തോന്നിയാൽ ഞാൻ പിന്നെ കുറച്ചും കൂടെ അങ്ങനെ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും കുറേ കളേഴ്സ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ആ ഒരു ബ്ലൂ മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഒരു ബ്ലൂ ഒരു 3-4 ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു വയലറ്റും ഒരു യെല്ലോ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒട്ടിച്ചത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്കിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാവും. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ത്രെഡ് നമുക്കിങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ഫ്ലെക്സിബിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു തന്നെ ആയിട്ടുണ്ടെന്ന്. കാരണം നമുക്ക് അത്ര ചിലവൊന്നും വന്നിട്ടില്ല. കാരണം ക്രേപ്പ് പേപ്പറിന് തീരെ വിലയില്ലാത്തൊരു പേപ്പറാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്യുമോ ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ നോ പെയിൻറ്റ് ബോട്ടിലാട്ട് ചെയ്യുമോ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നല്ല കളർഫുള്ളായിട്ട് നോ പെയിൻറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്പോൾ നല്ലൊരു കളർഫുൾ ആവും ചെയ്യും, പെയിൻറ്റും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിലിൽ ഇപ്പോൾ മുഴുവനായിട്ട് ആ ഒരു ത്രെഡൊക്കെ അങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഫെവിക്കോളും വെള്ളം കൂടെ അങ്ങനെ 2:1 റേഷ്യോയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മേലെ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോഡ് പോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫെവിക്കോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശരിക്ക് സ്റ്റിക്കായിട്ടില്ലെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായിട്ട് സ്റ്റിക്കാവും ചെയ്തോളും. ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ട് കഴിഞ്ഞാലും പിന്നെ നമ്മളിങ്ങനെ അത് നഖം കൊണ്ട് ഇളക്കിയാൽ പോലും അങ്ങനെ ഇളകി പോരില്ല. അപ്പോൾ അത്രക്കും നല്ലൊരു രീതിയിൽ തന്നെ കിട്ടും. എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു തുള്ളി പെയിൻറ്റ് പോലും ഉപയോഗിക്കരുത്, പക്ഷേ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ചെയ്തെടുക്കുന്നു. എന്തായാലും എനിക്ക് അത് അങ്ങനെ നോക്കുന്നവർക്ക് ഇപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം നമ്മളിവിടെ ഒരു തുള്ളി പെയിൻറ്റ് ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ വൂളൻ ത്രെഡ് വെച്ചിട്ടൊക്കെ ഒരുപാട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ ത്രെഡ് ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുള്ളത് ഞാനിതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു നല്ലൊരു ഇതന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി. വളരെ സിമ്പിളാണ്, ചീപ്പായിട്ടുള്ളതാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഒരേ സൈസിൽ വരാൻ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു യൂണിഫോം ആയിട്ട് തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അത്ര അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം കേട്ടോ. അരുണിമ, ഷംന, ഫിദ, ഷാമിൽ, ഫൈസാൻ, തീർത്ഥ, ഗൗരി, ഗിഫ്റ്റി, അർപ്പിത, ജീന, ആർദ്ര, ഷാരു, ഫാത്തിമ നസ്രിൻ, ആദി, ആത്മി, അലേഖ്, നാസ്രിൻ, ഫാമിസ് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് 8th പഠിക്കുന്ന ആനിമയാണ്. നമ്മളൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അയച്ചെന്നത്. അടുത്തതായിട്ട് ഇർഫാന ഷെറിൻ അയച്ചെന്നത് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു എക്സെല്ലൻ്റ് വെച്ചിട്ടൊരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്.
അടുത്തതായിട്ട് കൊല്ലത്തുള്ള 6th പഠിക്കുന്ന അഭിരാമി രാജു അയച്ചു തന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ സ്കിൻ ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാത്തൊരു പുതിയൊരു ടെക്നിക്കായിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് അരൂരുള്ള അനുശ്രീ അയച്ചു തന്നത് നമ്മളൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് മേഘ അയച്ചു തന്നത് നമ്മളൊരു സിമ്പിൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു 4 ബോട്ടിൽ ആർട്ട് ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഒരു ബ്രഷ് ഒന്നും യൂസ് ചെയ്യാത്തൊരു സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് ടെക്നിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മളെ ചാനൽ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചില സമയത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.